ശ്രീകൃഷ്ണൻ ചെന്നിട്ട് പോകേണ്ടുന്നവനല്ല, ഈ യുദ്ധത്തിലൊരു കാര്യമുള്ളവനുമല്ല, ഈ യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടുമില്ല. ഇതാണ് കൃഷ്ണനെ സംബന്ധിക്കുന്ന അത്ഭുതം. ഒരു നേട്ടവും അദ്ദേഹത്തിനില്ല. എങ്കിലും പറഞ്ഞു, ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹം. അങ്ങനെ പോവുകയും ചെയ്തു. വിതുരരുടെ വീട്ടിൽ ചെന്ന് തലേ ദിവസം താമസിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വിതുരർ പറഞ്ഞു, അങ്ങ് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്, ദുര്യോധനനോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദുര്യോധനൻ കർണൻ്റെയും ദുശാസനൻ്റെയും ശകുനിയുടെയും പിടിയിൽ പരിപൂർണമായി ഒതുങ്ങി നിൽക്കുന്നവനും അധർമ്മിഷ്ഠനും ദുഷ്ടനും ദ്രോഹിയുമാണ്. തമോ ഗുണത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ്. ഒന്നും പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഏൽക്കുകയില്ല. അതുകൊണ്ട് അവനോട് സംസാരിക്കേണ്ട എന്ന് മാത്രമല്ല, അവൻ ഏതെങ്കിലും തരത്തിൽ അങ്ങയെ അപകടപ്പെടുത്താനും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രഭാതത്തിൽ അങ്ങ് മടങ്ങണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ അങ്ങനെ മടങ്ങുകയില്ല. എൻ്റെ ഒരു ശ്രമം കൊണ്ട് അനേക കോടി ആളുകളെ ബലികഴിക്കേണ്ടി വരുന്ന ഒരു മഹായുദ്ധം ഒഴിവായി പോകുമെങ്കിൽ അതൊരു വലിയ മാനുഷിക ലോക സേവനമാവുകയില്ലേ എന്നൊരു ചോദ്യമാണ് അദ്ദേഹം തിരിച്ച് വിതുരരോട് ചോദിച്ചത്. വിതുരർ ബുദ്ധിയുള്ളവനായതുകൊണ്ട് പിന്നെ അദ്ദേഹം തർക്കിക്കാൻ പോയില്ല. ജ്ഞാനിയായതുകൊണ്ട് അദ്ദേഹം ഭഗവാനോട് പിന്നെ തർക്കിക്കാൻ പോയില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. അതിനുവേണ്ടി എവിടം വരെ താഴ്ന്നു എന്നത് നോക്കണം. നേരത്തെ അവർക്കുണ്ടായിരുന്ന പകുതി രാജ്യം കൊടുക്കാൻ പറഞ്ഞു. പകുതി രാജ്യത്തിനല്ല ഇവർക്ക് അവകാശമുള്ളത്, മുഴുവൻ രാജ്യത്തിനാണ് അവർക്ക് അവകാശം.